ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു നെറ്റ് സാരി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള 3 ഡ്രസ്സുകളാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ സാരിക്ക് തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ആണ് കേട്ടോ ഞാനിവിടെ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഡ്രസ്സുകളായിട്ട് കാണാം. അപ്പോൾ എല്ലാ ഡ്രസ്സിനും നമ്മൾ ലൈനിങ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിതിൽ ഓരോ ഡ്രസ്സായിട്ട് കാണാം. ഫസ്റ്റ് ഞാനിതിലൊരു ഫ്രോക്കാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് 24 ചെസ്റ്റ് സൈസിൽ വന്നിട്ടുള്ളൊരു ഫ്രോക്കാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഷോൾഡർ ഇലാസ്റ്റിക് ഷോൾഡറാണ് കേട്ടോ. സ്ലീവിൻ്റെ താഴെ ഭാഗത്ത് ഇലാസ്റ്റിക് ഉണ്ട്. അതുപോലെ തന്നെ സ്ലീവ് ലൈനിങ് ഇടാതെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ സിമ്പിളായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് ഇട്ട് കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഫ്രോക്കാണ്. അപ്പോൾ കുട്ടികളുള്ള വീട്ടമ്മമാരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ സാധാരണയിൽ നിന്നും കുറച്ച് വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുമാണിത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കുഞ്ഞിട്ട ഫോട്ടോ കൂടി ഞാനിതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്തതായി സ്കേർട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ താഴെ ഭാഗത്ത് ഫ്രിൽസായിട്ട് കൊടുത്തിട്ടുള്ളത് പ്ലെയിൻ നെറ്റാണ്. ഈ ഒരു സാരി അല്ല കേട്ടോ, പ്ലെയിൻ നെറ്റ് വെച്ചിട്ടാണ് താഴെ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്കേർട്ട് പോർഷൻസ് എല്ലാം തന്നെ നമ്മൾ ഈ ഒരു ഫാബ്രിക് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്കേർട്ടിനൊപ്പം നമ്മൾ പെയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നത് വൈറ്റ് ടോപ്പാണ് കേട്ടോ. മിറർ വർക്ക് വരുന്ന ഒരു മെറ്റീരിയലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് താഴെ ഭാഗത്ത് ഇലാസ്റ്റിക് വെച്ച് കൈയും ഷോൾഡറും ഇലാസ്റ്റിക് വെച്ച് വരുന്നൊരു മോഡലായിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്കേർട്ടിൻ്റെയും ബ്ലൗസിൻ്റെയും സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഷോൾഡറിൻ്റെ പോർഷനിൽ പ്ലെയിൻ ആയിട്ടാണുള്ളത് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഇലാസ്റ്റിക് ഷോൾഡറിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനലായിട്ടുള്ള ലുക്ക്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് 3/4 സ്ലീവ് വരുന്നൊരു കുർത്തിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് 2.5 മീറ്ററാണ് ക്ലോത്ത് വേണ്ടി വന്നിരുന്നത്. ഫസ്റ്റ് ചെയ്തിരുന്ന ഫ്രോക്ക് 1.5 മീറ്ററാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ലൈനിങ് എടുത്തിരുന്നു. അതിൽ സ്ലീവിൽ ഞാൻ ലൈനിങ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സെക്കൻഡ് കാണിച്ച സ്കേർട്ടിന് വേണ്ടി 1 മീറ്ററാണ് കേട്ടോ ഉപയോഗിച്ചിരുന്നത്. അതിനും ലൈനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് ഒരു കുർത്തിക്കും കൂടി നമുക്കിത് കറക്റ്റായിട്ട് തികയുന്നുണ്ട്. അപ്പോൾ സാരി നമുക്കൊരു 5 മീറ്ററാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കുർത്തി ഇവിടെ സൈഡ് സ്ലിറ്റഡ് ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. 38 ചെസ്റ്റ് സൈസിനാണ് കുർത്തി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുർത്തി ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലായി തോന്നിയൊരു കാര്യം, ഇത് ലൈനിങ് ഇട്ടെങ്കിൽ പോലും സീ ത്രൂ ആയിട്ടാണ് കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വൈറ്റ് ഇന്നർ യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റില്ല. അപ്പോൾ നല്ല തന്നെ നിഴൽ അടിക്കുന്ന ഒരു മെറ്റീരിയലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഫ്രോക്കിനും സ്കേർട്ടിനും നന്നായിട്ട് തന്നെ ഇത് ചേരുന്നുമുണ്ട്. അപ്പോൾ ഇതുപോലെ സാരി മേടിച്ച് നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കും വേണ്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കുർത്തി ഹാഫ് കോളറായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുർത്തിയുടെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് കേട്ടോ ഉള്ളത്. സ്ലീവിൽ ലൈനിങ് കൊടുത്തിരുന്നു. 3/4 സ്ലീവ് സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കുർത്തിയുടെ ഫൈനലായിട്ടുള്ള ലുക്ക്. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഇഷ്ടമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഒരു ലൈക്ക് തരാനും കൂടി മറക്കല്ലേ. അപ്പോൾ നിങ്ങളിൽ പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണാം ഫ്രണ്ട്സ്. താങ്ക്